നമ്മുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമായിട്ട് വന്നാൽ സാധാരണ നമ്മളെന്താ ചെയ്യുക? പെട്ടെന്ന് നമ്മൾ വീട്ടിലല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നീട് ആ ഡോക്യുമെൻ്റ് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് വേണം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മുടെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഫോണിൽ സൂക്ഷിക്കുക. നമുക്ക് ഫോട്ടോ കോപ്പി ആവശ്യമായ സമയത്ത് നേരെ ഫോണുമായിട്ട് കടയിൽ പോവുക. എന്നിട്ട് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അവരത് ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് തരും. അതിനുവേണ്ടി പുതിയ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നമ്മുടെ ഫോണിൽ ഡ്രൈവ് എന്നൊരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം ഇടത്തെ സൈഡിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ട്രാൻസ്ഫർ ഫയൽസ് ഓൺലി ഓവർ വൈഫൈ എന്നാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിട്ടേക്കുക. അതാണ് ഫസ്റ്റ് വരുത്തേണ്ട മാറ്റം. പിന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സ്കാന്, അപ്ലോഡ്, ഫോൾഡർ. അതിൽ നമ്മൾ സ്കാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് അലോ ചെയ്താൽ നേരെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ ഏത് ഡോക്യുമെൻ്റ് ആണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് ആ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക, ആ ക്യാമറയിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഫോട്ടോ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അരികും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് താഴെയുള്ള ടിക്ക് മാർക്കൊന്ന് പ്രസ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനിലോട്ടാണ് പോവുക. അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. അവിടെ ഒരു ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ക്രോപ്പ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏത് ഭാഗമാണോ ക്രോപ്പ് ചെയ്യേണ്ടത് അതൊക്കെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞ് ഫോട്ടോ നല്ല ഡീസൻ്റ് ആക്കിയിട്ട് എടുക്കുക. ക്രോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ താഴെ ഒരു ഡൺ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനിലേക്ക് വരും. ക്രോപ്പിംഗ് ഒക്കെ കഴിഞ്ഞൊരു സ്ക്രീനിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ലൈസൻസാണ് എടുത്ത് കാണിച്ചേക്കുന്നത്. അതിന് മറുപുറം എടുക്കണം. അപ്പോൾ താഴെ അടുത്ത സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് അമർത്തുക. അത് കഴിയുമ്പോൾ വീണ്ടും ക്യാമറ ഓപ്പൺ ആവും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് മറിച്ച് വെച്ചിട്ട് മറുവശം കൂടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോപ്പൊക്കെ ചെയ്തിട്ട് അത് സൂപ്പറാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സിന് കളറ് പോരാ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യമായ സെറ്റിങ്സുകളൊക്കെ ചെയ്തിട്ട് വലത്തെ സൈഡിൽ താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ഫസ്റ്റ് കാണിക്കുക. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. താഴെ ഏത് അക്കൗണ്ടിലാണ് അത് സേവ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫോൾഡറിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് ഫോൾഡർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പുതിയ ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വലത്തെ സൈഡിൽ മേളിൽ ഇതുപോലെ ഒരു ഫോൾഡറിൻ്റെ പ്ലസ് ഐക്കൺ വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഡോക്യുമെൻറ്റ്സിൻ്റെ പേരൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്യുമെൻറ്റിന് പേരൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ വലത്തെ സൈഡിൽ സേവ് എന്നൊരു ബട്ടണുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിട്ട് കിടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതവിടെ നിന്ന് സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും.